മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള താരമാണ് നിഖിത. ഇപ്പോൾ മഴതോരും മുൻപേ എന്ന ഹിറ്റ് സീരിയലിലൂടെ നിഖിത കൂടുതലും പ്രേക്ഷക സ്വീകാര്യത നേടുകയാണ്. വളരെ ബാല്യകാലത്തിൽ തന്നെ സീരിയലിലെത്തി പിന്നീട് പ്രേക്ഷകരെ പ്രീതി പിടിച്ചു പറ്റിയ താരം 10 വർഷങ്ങൾക്ക് ശേഷം തമിഴിലും മലയാളത്തിലും തിരികെ എത്തുകയായിരുന്നു ഈ സീരിയലിലൂടെ. അതുകൊണ്ട് തന്നെ നിരവധി പ്രേക്ഷകർ ഇപ്പോഴും സ്വന്തമായി നിഖിതയ്ക്കുണ്ട്. എന്നാൽ നിഖിത ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാഞ്ഞു പോകുന്നത് എന്താണെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല താനെന്നും സോഷ്യൽ മീഡിയയിൽ പലതരം ടോക്സിറ്റി ഉണ്ടെന്നും അത് വളരെയധികം തന്നെ ഓവർവെൽംഡ് ആവുമ്പോൾ ഞാൻ അതിനെടുത്ത് മാറ്റാറുണ്ട് എന്നും ഞാൻ അവിടെ നിന്ന് മാറ്റുന്നത് എൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും നിഖിത പറയുന്നു. സോഷ്യൽ മീഡിയ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കും, അതുകൊണ്ട് തന്നെ അത് ഞാൻ വളരെ ഭംഗിയായി കഴിയും. അങ്ങനെ അതൊന്നും ഇല്ലാതെ ജീവിച്ച് കഴിയുമ്പോഴേക്കും അതിലൊരു സുഖം കണ്ടെത്തും. അപ്പോൾ പിന്നെ തിരികെ എടുത്താൻ കുറച്ച് മടിയാണ്. ഇതാണ് നിഖിതയുടെ സ്വഭാവം. തീർച്ചയായും നിഖിത ഒരു ജെൻസി പെൺകുട്ടിയാണ്. എന്നാൽ നിഖിതയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു സ്വഭാവം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. വളരെ ജെൻസി ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരു കുട്ടി എന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയത്. പക്ഷേ ശരിക്കും അത്രമാത്രം പ്രേക്ഷകരുടെ പ്രീതിയാണ് പിടിച്ചു പറ്റിയിരിക്കുന്നത് നിഖിത. ഒരു പാവം ഗ്രാമീണ പെൺകുട്ടിയായി തന്നെയാണ് നിഖിത നിൽക്കുന്നത്. നിഖിതയോടൊപ്പമുള്ള സ്നേഹം പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. നിഖിതയോടൊപ്പമുള്ള സ്നേഹം വെറുതെ മാത്രമല്ല, ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കാറുമുണ്ട്. ആരാധകരുടെ പ്രീതിയും വളരെയധികം ലഭിക്കാറുണ്ട്. ഓരോ തവണ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു മാറ്റം തന്നെയാണിത്. നിഖിതയുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് വലുത് തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അത് വലുത് തന്നെയാണ്. ആരാധകരുടെ സ്നേഹം വളരെയധികം മനസ്സിലാക്കുന്നതും നിഖിതയുള്ളത് കാണുമ്പോൾ തന്നെയാണ്. മഴതോരും മുൻപേ വളരെ ഹിറ്റായി മുന്നോട്ട് പോകുന്ന ഒരു സീരിയൽ കൂടിയാണ്. അതിനിടയിൽ തന്നെയാണ് നിഖിതയുടെ ചിത്രങ്ങൾ വൈറലാകുന്നത്. എന്നാൽ താരത്തിന്റെ സോഷ്യൽ മീഡിയ തപ്പിപ്പോയവർക്ക് വളരെയധികം നിരാശയാണ് ലഭിച്ചത്. നിഖിതയുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അറിയാൻ വളരെയധികം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിഖിത എന്താണ് ഒന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാത്തത്? ഇത് തുടങ്ങിയാണ് നിരവധി പേർ ഇത്തരം വാർത്തകളുമായി എത്തുന്നത്. ടെലിവിഷൻ പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തിയ സീരിയലായിരുന്നു മഴവിൽ മനോരമയിൽ ഒരു കാലം സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞൊരുക്കും കാലം. ആ സീരിയലിലെ പ്രധാന കഥാപാത്രമായി ജാനിക്കുട്ടിയായിട്ടാണ് താരം എത്തിയത്. അമ്മ മരിച്ചുപോയ ജാനിക്കുട്ടിയെ കുട്ടികളില്ലാത്തൊരു വില്ലേജ് ഓഫീസറും ഭാര്യയും കൂടി വളർത്തുകയായിരുന്നു. പിന്നീട് അവർക്ക് കുട്ടികളായതോടെ ജാനകി ആർക്കും വേണ്ടാതാവുകയായിരുന്നു. സീരിയലിലെ ജാനിക്കുട്ടിയുടെ വേഷം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിഖിത കാര്യം എന്തായിരുന്നുവെന്ന് തുറന്നു പറയുകയും ചെയ്തിരുന്നു. ബിനു വെള്ളത്തൂവൽ സംവിധാനം ചെയ്ത സീരിയലാണ് മഞ്ഞൊരുക്കും കാലം. സീരിയലിലെ പ്രധാന കഥാപാത്രമാണ് ജാനകി. അതുകൊണ്ട് തന്നെ പിന്നീട് ജാനകി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയണം. CBSE 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ 9.6 നേടി ഉയർന്ന വിജയം കരസ്ഥമാക്കിയ നിഖിത പഠനത്തിൽ മിടുക്കിയാണെന്നും തെളിയിച്ചു. മാറി നിന്നത് പഠനത്തിന്റെ ആവശ്യത്തിലാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമയിൽ നിന്നും ഓഫറുകൾ വന്നിരുന്നു. എന്നാൽ അതൊന്നും സ്വീകരിക്കാൻ നിഖിതയ്ക്കായിരുന്നില്ല. എല്ലാം വളരെയധികം പെട്ടെന്ന് തന്നെയായിരുന്നു നിഖിതയുടെ ജീവിതത്തിൽ വന്നുപോയത്. അതുകൊണ്ട് തന്നെയാണ് നിഖിതയ്ക്ക് ഇത് സാധിക്കാൻ പറ്റാതെ പോയതെന്നും താരം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.